അപ്പൊ ഞാൻ ഭയങ്കരമായിട്ടുള്ള സിനിമ ആസ്വാദകനാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള സിനിമ ബഫ് അല്ലായിരുന്നു ആ സമയത്ത്. ഞാൻ മമ്മൂട്ടി ഫാനാണ്, മമ്മൂക്ക പടങ്ങൾ കാണും എന്നുള്ളൊരു ഇതുണ്ട്. അനിയൻ മോഹൻലാൽ ഫാനാണ്. അപ്പൊ അങ്ങനെ ഒരു അങ്ങനെയുണ്ട്, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയാണ് സിനിമ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ഫാൻ ഫൈറ്റ് മൂഡില് പൊക്കോണ്ടിരിക്കുന്ന ഒരു ജീവിതം. അങ്ങോട്ടേക്കാണ് സാജൻ എന്ന് പറയുന്ന ഡയറക്ടർ വരുന്നത്. പുള്ളി അച്ഛനോട് ഇങ്ങനെ, എന്റെ ഒരു സ്വഭാവം ചെറുപ്പത്തിലെ ഉള്ള സ്വഭാവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ചെറുപ്പത്തിലേ ഞാൻ വലിയവായിൽ വർത്തമാനം പറയുന്ന ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് അച്ഛന്റെ കൂട്ടുകാർ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ കൂട്ടുകാരെന്ന് പറയുന്നവരാണ് എന്റെ കൂട്ടുകാർ. ഈ സാജൻ ചേട്ടനായിട്ട് സംസാരിക്കുമ്പോഴാണ് സാജൻ ചേട്ടൻ ഒന്ന് ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടർ എന്നുള്ള സിനിമയെ പറ്റിയിട്ട് എന്നോട് പറയുന്നത്. അപ്പൊ അതിനെ പറ്റി പറയുമ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഇത് കണ്ടിട്ടില്ല നീ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടു നോക്ക്. കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വേറെ സിനിമ എന്ന് പറയുന്നത് വേറൊരു ഇതിന് വേറൊരു തലമുണ്ട്, വേറൊരു എന്താ സിനിമ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സിനിമകൾ മാത്രമല്ല, വേറൊരു സിനിമ ഉണ്ടെന്നുള്ളത്. പിന്നെ എനിക്ക് നമ്മളെ ഇന്ത്യ ആവശ്യമുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ, 24 ഫ്രെയിംസ്. 24 ഫ്രെയിംസ്. അതില് പുള്ളിയുടെ ഇതും ഇതെനിക്ക് സാജൻ ചേട്ടനാണ് ആ സമയത്ത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ കണ്ടിട്ട് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഓപ്പൺ വേൾഡ് ആണ്. അത് അങ്ങനത്തെ സംഭവം ഉണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന അവിടെ നിന്നാണ് ഞാൻ സിനിമ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്.